ഹലോ, ഇന്നെൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങളതൊന്ന് കുഞ്ഞതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. അപ്പോൾ ഏട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാനൊരു ഡ്രസ്സാണ് കൊടുത്തത്. അപ്പം ഞാനത് കൊടുത്ത സമയം നോക്കി നന്നൂസ് തന്നെ ഉണ്ടാക്കി ഒരു കുഞ്ഞ് ബർത്ത്ഡേ കാർഡ് ഏട്ടന് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ എന്താണെന്ന് തുറന്ന് വായിച്ചു നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഞാൻ കൊടുത്ത ഡ്രസ്സ് ഏട്ടൻ തുറന്ന് നോക്കിയപ്പോൾ ഞാനൊരു കുഞ്ഞ് ടീഷർട്ടാണ് കൊടുത്തതും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ചെറിയ കേക്ക് മേടിച്ചിട്ട് ആ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ മൂന്നാളും കൂടി കഴിച്ചു. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉണ്ടാവുള്ളൂ എന്ന് ഏട്ടനും പ്രതീക്ഷിച്ചുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു കൃഷ്ണൻ്റെ അവിടുത്തെ കബോർഡും തുറന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞ് ബോക്സ് കണ്ട് ഏട്ടൻ തുറന്ന് നോക്കിയപ്പോൾ ഏട്ടന് ഇഷ്ടപ്പെട്ടേ. അത് എയർപോർട്ടായിരുന്നു. ഏട്ടനത് ഇഷ്ടപ്പെട്ട് ഏട്ടന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഏട്ടനെ ഇഷ്ടപ്പെട്ട ഏട്ടനെ അവിടെ നിന്ന് അതൊക്കെ തുറന്ന് നോക്കി ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നൂസ് രണ്ടാമത്തെ ഗിഫ്റ്റും കൊണ്ടുവരാണ്. അതെന്തായിരുന്നു എന്നറിയാം, അതൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ഏട്ടൻ എന്നോട് ചോദിക്കണേ, ഹോം തിയേറ്ററുള്ള വീട്ടിൽ നീ എന്തിനാണ് ഈ ബ്ലൂടൂത്ത് സ്പീക്കറും കൊണ്ടുവന്നതെന്നാണ് എന്നോട് ചോദിച്ചത്. നിനക്ക് വട്ടായെന്നാണ് ഏട്ടൻ ചോദിച്ചത്. എന്നാലും ഞാൻ പറഞ്ഞത് തുറന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കിട്ടിയ പാടെ തന്നെ ഏട്ടൻ ഫോണെടുത്ത് അതിൽ കണക്ട് ചെയ്തൊക്കെ നോക്കണ്ട കേട്ടോ, വോയിസ് എങ്ങനെയൊക്കെ ഉണ്ടെന്നും. അപ്പോൾ ഏട്ടന് സ്പീക്കർ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഓൾറെഡി സ്പീക്കറുകൾ ഉള്ളപ്പോൾ പിന്നെ ഒരെണ്ണം വേണമെന്നാണ് ഏട്ടൻ ചോദിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നന്നൂസ് അടുത്ത ഗിഫ്റ്റ് കൊണ്ടുവന്നു കേട്ടോ. അത് എടുക്കണേക്ക് മുന്നേ നന്നൂസ് ഏട്ടനോട് പറഞ്ഞു കണ്ണടച്ചൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഏട്ടനോട് ഞാൻ ചോദിച്ചു, ഇതിലെന്താ ഉണ്ടാവുക, ഒന്ന് പറയാൻ പറ്റുമോ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടന് ഒരു ഐഡിയ ഉണ്ടായില്ല ബോക്സ് കണ്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൽ കുറേ പേപ്പറുകൾ കുത്തിയറച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ ഏട്ടൻ കണ്ടപ്പോൾ വിചാരിച്ച ഏട്ടനെ കളിപ്പിക്കാനാണെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ അത് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏട്ടന് ഫോൺ കിട്ടി. ഫോൺ ഏട്ടനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഫോൺ കൊടുക്കുമെന്നുള്ളത്. പക്ഷേ ഏട്ടന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏട്ടന് കുറേ സന്തോഷമായി. എന്നെ ഞെട്ടൽ മറയുണ്ടായില്ല, അതാണ് മുഖം അങ്ങനെ ഇരിക്കണത്. കുറേ നേരം അത് തിരിച്ചും മറിച്ചും നോക്കിയിട്ടാണ് അവസാനം അതൊന്ന് സെറ്റായി വന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോസൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ.